എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മുഖ്യപ്രതിയായ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന കേസിൽ കൂടുതൽ വിവരങ്ങൾ 24 ലഭിച്ചു. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് പ്രതി എഡിസൺ തുടക്കത്തിൽ ഡിസ്കൗണ്ട് നൽകി. 70 ലക്ഷത്തിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടന്നുവെന്നാണ് വിവരം. എഡിസന്റെ ചിത്രവും 24 ലഭിച്ചു. കേസിൽ 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. പ്രദേശവാസികളുമായി വലിയ ബന്ധം പുലർത്താത്ത ആളാണ് എഡിസൺ എന്ന് നാട്ടുകാർ പറഞ്ഞു. പരിചയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നു പോകാനുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിചയം ആർക്കുമില്ല. ആരോട് ബന്ധപ്പെടണല്ലോ. വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടത്തിയല്ല, വേറെ ആരും പറഞ്ഞില്ല. അതറിയില്ല എന്നാണുള്ളത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഈ ഡാർക്ക് നെറ്റിന്റെ സഹായത്തോടെ കിറ്റാമെലോൺ എന്ന പേരിൽ നടത്തിയ വലിയ ലഹരി ഇടപാടുകൾ, അതിനായി ഉപയോഗിച്ച ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ, അതെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 24 ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് എന്താണ്, ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ ലഹരി മരുന്ന് ഇടപാടിന് ഡിസ്കൗണ്ട് ഒക്കെ നൽകുക എന്ന രീതിയിലുള്ള ഒക്കെ വലിയ രീതിയിൽ ഉള്ള ഇടപാടുകൾ നടന്നു എന്ന് ബോധ്യപ്പെട്ടു വരികയാണ്. എന്താണ് ഇതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു? ഒപ്പം തന്നെ ഈ പിടിയിലായ മറ്റുള്ളവർ, അവർക്ക് എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ പങ്കുള്ളത്? പ്രജിൻ, ഇതൊരു തട്ടിപ്പല്ല, മറിച്ച് ഒരു കുറ്റകൃത്യമാണ്. അതും ഇന്ത്യയിൽ തന്നെ നടന്നിരിക്കുന്ന ഓൺലൈൻ ഇടപാട് മറയാക്കിക്കൊണ്ട്, അതായത് ഡാർക്ക് വെബ്, ഡാർക്ക് നെറ്റ് എന്നീ വിളിക്കുന്ന സംവിധാനങ്ങൾ മറയാക്കിക്കൊണ്ട് നടന്നിരിക്കുന്ന വലിയൊരു കുറ്റകൃത്യത്തെയാണ് NCB കാത്തിരുന്ന് അവരുടെ തന്നെ സർവീസിലേക്ക് നുഴഞ്ഞു കയറി അത് പൊളിക്കുകയും അതിൽ പ്രധാനികളായ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. രാജ്യത്തെ പോലീസും മറ്റ് സംവിധാനങ്ങളും പ്രത്യക്ഷത്തിൽ ലഹരിക്കെതിരായി പോരാട്ടം നടത്തുമ്പോഴാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിൽ കച്ചവടം നടക്കുകയും അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡ്രഗ് കാരിയേഴ്സ് വഴി എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത്തരത്തിൽ 600 ഇടപാടുകൾ നടന്നു എന്ന് തന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതിൽ ഉപയോഗിച്ച പണം ക്രിപ്റ്റോ കറൻസിയായി 70 ലക്ഷം രൂപയാണ് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിരുന്നത്. ആ പണവും ആ ക്രിപ്റ്റോ കറൻസിയും അന്വേഷണ സംഘം NCB പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് 35 ലക്ഷം രൂപയുടെ ലഹരി മരുന്നുകൾ ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വാഗമൺ സ്വദേശിയെയും വാഴപ്പള്ളി സ്വദേശിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളുടെ ഒരു കച്ചവട രീതി, ഡാർക്ക് വെബ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കളെ കിട്ടുന്നതിന് വേണ്ടി ആദ്യം ലഹരി വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒരു മാസം 10,000 LSD സ്റ്റാമ്പുകളൊക്കെ വിൽപ്പന നടത്തിയെന്ന് പറയുമ്പോൾ ലക്ഷങ്ങളാണ് വരുമാനമായി വന്നിരുന്നത്. അതും പുതിയ ആളുകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ ആരുടെയും മറയില്ലാതെ എത്തിക്കാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിലേക്ക് എത്തിയ ഒരു പാഴ്സലും ആ പാഴ്സലിനെ കേന്ദ്രീകരിച്ച് NCB നടത്തിയ ശരിയായ അന്വേഷണമാണ് രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ഡാർക്ക് വെബ് കുറ്റകൃത്യത്തിന് തടയിടുകയും ആ കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്യാം, അതോടൊപ്പം തന്നെ ഈ ലഹരി ഇടപാടിന്റെ ഭാഗമായ മറ്റുള്ളവർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും NCBക്ക് ലഭിച്ചിട്ടുണ്ട്? അതായത് ആരൊക്കെയാണ്, ഏതൊക്കെ കാലഘട്ടത്തിൽ ഇത് വാങ്ങി എന്നുള്ളതൊക്കെ വിവരങ്ങൾ അത് കൃത്യമായി ഇപ്പോൾ ശേഖരിക്കുന്നുണ്ടോ? പ്രജിൻ, തീർച്ചയായും. കാരണം 2 വർഷത്തിലധികമായി ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടം സജീവമായിരുന്നു ഈ പ്രതികൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഭോപ്പാലിലും ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും ബോംബെയിലും ഒക്കെ ഇവരുടെ നെറ്റ്വർക്ക് സജീവമാണ് എന്നുള്ളതാണ് NCB വ്യക്തമാക്കുന്നത്. അങ്ങനെ കൃത്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരേ സമയം 3 ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ഒരു സ്ഥലത്ത് നിന്ന് മയക്കുമരുന്ന് കിട്ടുകയും മറ്റു 2 സ്ഥലത്ത് നിന്ന് ഈ നെറ്റ്വർക്കിലെ പ്രധാനികളെ, പിടിയിലായ ആളോടൊപ്പം തന്നെ പ്രധാനികളെ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എഡിസൺ ഉൾപ്പെടെയുള്ള അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് ഈ കേസിൽ ഇനിയും തെളിവുകൾ നൽകേണ്ടി വരും. കാരണം രാജ്യത്ത് വലിയ നെറ്റ്വർക്ക് ഇവർ ഒരുക്കിയിരുന്നു. ആരൊക്കെയാണ് ഇവരുടെ ഇടനിലക്കാർ, ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ? അതിനു പുറമെ ആ മൂവാറ്റുപുഴ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന 5 പേരെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് അവരെ വിട്ടയച്ചു. പക്ഷേ ഈ കേസിൽ ഇയാളുടെ സഹായി ഒരാൾ ആ പ്രദേശത്ത് തന്നെയുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. ഏതായാലും രാജ്യത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ പേരുവിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ ഘട്ടത്തിൽ പുറത്തുവിടാൻ അന്വേഷണ ഏജൻസികളും തയ്യാറാകുന്നില്ല. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.